ഇതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു പ്രദേശമാണ്. ഇത് ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അതിനകത്ത് കാണാൻ സാധിച്ചത്. ഇവിടെ പക്ഷേ ഒരു ശിവലിംഗമാണ് കാണുന്നത്. അപ്പം ഇതാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും നല്ല ദൃശ്യം നമുക്ക് ക്ഷേത്രത്തിൻ്റെ കിട്ടുകയില്ല. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് നല്ല റിസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തോട്ട് പോയി എടുക്കാത്തത്. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഇതിൻ്റെ ഈ മുന്നിലായിട്ട് കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ നമ്മൾ അതിൻ്റെ 1-ാം നിലയുടെ ഏകദേശം ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിഗ്രഹത്തിന്, ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹത്തിന് 5 മുഖങ്ങളാണുള്ളത്. 4 ദിശകളിലേക്കും അതുപോലെ മുകളിലേക്കും അദൃശ്യമായിട്ടുള്ള ഒരു മുഖം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 4 മുഖങ്ങളോട് കൂടിയ പശുപതിനാഥൻ കുടികൊള്ളുന്ന ശ്രീകോവിലാണ് നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നത്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് കാഴ്ചകൾ കാണാം. നമ്മൾ ഇതുവരെ ഈ പശുപതിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളോ പുരാണങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ നടന്ന് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത്, അതായത് ബാഗ്മതി നദിയുടെ തീരത്ത് എത്തുമ്പോഴത്തേനും നമ്മൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയും. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു കവാടമാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ക്ഷേത്രത്തിനോട് ചേർന്ന്, ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ചെറിയ ചെറിയ ശ്രീകോവിലുകളും ഉപദേവതകളും ഒക്കെയാണ് കണ്ടത്. ഇനി നമ്മൾ ഈ കോമ്പൗണ്ടിന്, ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് തൊട്ട് വെളിയിലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട്, അതായത് ബാഗ്മതി നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ബാഗ്മതി നദിയാണ്. ബാഗ്മതി നദിയുടെ തീരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം നടന്ന് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഏകദേശം കിഴക്ക് ഭാഗത്തായിട്ടാണ് വന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പ്രവേശന കവാടം പടിഞ്ഞാറ് വശത്താണ്. നമ്മളിപ്പോൾ കിഴക്ക് വശത്തായിട്ട് വന്നത്. കിഴക്ക് വശത്തായിട്ടാണ് ബാഗ്മതി നദിയുള്ളത്. ഈ ബാഗ്മതി നദിയിലോട്ടാണ് ഇതിൻ്റെ കിഴക്ക് ഭാഗം ദർശനം. ബാഗ്മതി നദിയിലോട്ടാണ്. ഇവിടെ വത്സലേശ്വരി ദേവീക്ഷേത്രം എന്നും പറഞ്ഞൊരു ക്ഷേത്രമാണ് കാണുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരേ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് പറയുന്നത് ഈ പശുപതിനാഥ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ്, ആ ക്ഷേത്രത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ വത്സലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഭദ്രകാളിയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ഇവിടെ ഐക്യരൂപത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം. നമ്മൾ ഈ വത്സലേശ്വരി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആ മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ വലത് സൈഡിലായിട്ട് ഇതുപോലെ സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. നീല സരസ്വതി എന്നാണ് ഈ ദേവി അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് വത്സലേശ്വരി ദേവീക്ഷേത്രം. ഈ വത്സലേശ്വരി ദേവീക്ഷേത്രത്തിൻ്റെ വലത് വശത്തായിട്ട് നമുക്കിവിടെ ആകാശ ഭൈരവൻ്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ആകാശ ഭൈരവ ക്ഷേത്രമാണിത്. ഈ വത്സലേശ്വരി ദേവീക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഇതുപോലെ അനേകം ചെറിയ ചെറിയ വാഹനങ്ങൾ, ദേവിയുടെയൊക്കെ വാഹനങ്ങളോ സിംഹത്തിൻ്റെയും നന്ദിയുടെയൊക്കെ വിഗ്രഹങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ സ്ഥാപിച്ചതായിരിക്കാനായിട്ടാണ് സാധിക്കുന്നത്. ഈ വത്സലേശ്വര ദേവി ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ പഞ്ചഗണപതികൾ, 5 ഗണപതികളുടെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഈ ശ്രീകോവിൽ നമ്മളിവിടെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ പല ശ്രീകോവിലുകൾ ഇതുപോലെ ഓപ്പണായിട്ടാണുള്ളത്. ഇങ്ങനെ ഓപ്പണായിട്ട് മേൽക്കൂര ഇല്ലാത്ത രീതിയിലാണ് പല ശ്രീകോവിലുകളും കാണുന്നത്. അപ്പോൾ ഇത് പഞ്ചഗണപതി ക്ഷേത്രം. പഞ്ചഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഇത് അനന്ത ആദി നാരായണനാണ്. ഇതും ഇതിന് മേൽക്കൂരയുണ്ട്, പക്ഷേ ഓപ്പണായിട്ടാണ്. ഇവിടെ ഇങ്ങനെ അടച്ച് വാതിലുകൾ കൊണ്ട് അടയ്ക്കുന്ന രീതിയിലല്ല ഈ വിഗ്രഹം കാണുന്നത്. ഇതാണ് അനന്ത ആദി നാരായണൻ്റെ ഒരു വിഗ്രഹമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഇതിൻ്റെ നേരെ ഈ ഭാഗത്തായിട്ടാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ അനന്ത ആദി നാരായണൻ്റെ വിഗ്രഹം, അതുപോലെ ഈ വത്സലേശ്വര ദേവീക്ഷേത്രമൊക്കെ. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനൊരു ശിവലിംഗം കാണാം, ചെറിയൊരു ശിവലിംഗം കാണാം. അതുപോലെ ഇവിടെ ഒരു ദേവിയുടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ഇതുപോലെ സാമാന്യം വലിപ്പത്തിലുള്ള ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഇത് ജയമംഗളാദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതിനും അടയ്ക്കാവുന്ന രീതിയിലുള്ള വാതിലുകളില്ല, ഇതെല്ലാം ഓപ്പണായിട്ടാണ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന കാര്യം എല്ലാ ദേവതമാർക്കും എപ്പോഴും മുന്നിവിടെ ദർശനം ചെയ്യാനായിട്ടാണ്. അതായത് പല ദേവതമാരും ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൽ പലപ്പോഴായിട്ട് എത്താറുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിന് ഈ വാതിലുകൾ ഇല്ലാത്തത്.
ഇടത് വശത്തായിട്ട് ഇതുപോലെ നമുക്കൊരു ശിവലിംഗം കാണാം. ഇത് ഈ രീതിയിലുള്ളൊരു ശിവലിംഗം നമ്മൾ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു ശിവലിംഗമാണ്. ഇത് പാർത്ഥിക ശിവലിംഗം എന്നാണ് അറിയുന്നത്. പാർത്ഥിക് ശിവലിംഗം എന്നാണ് ഇതറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. നമ്മൾ ഇത് ഭാഗ്മതി നദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ഇതാണ് ആ കാണുന്നതാണ് നമ്മുടെ പ്രധാന നമ്മുടെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ്. ആ കിഴക്കേ ഗോപുരത്തിൻ്റെ സൈഡിലായിട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഈ കാണുന്നതാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്തായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ആ കാണുന്നത്, മുകളിലായിട്ട് കാണുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇപ്പം ഭാഗമതി നദിയുടെ കുറുകെയുള്ള ഒരു പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി ക്ഷേത്രത്തിന് നേരെ കിഴക്ക് ഭാഗത്തോട്ട് പോയിട്ട് അവിടെ ചെറിയ 1-2 കോവിലുകളാണ്. അവിടെ ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്, മൃഗേശ്വര മഹാദേവ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ വിരൂപാക്ഷ്യ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയി അവിടെ കുറേ ഗുഹകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വളരെ നിഗൂഢമായിട്ടുള്ള പല ഗുഹകളും ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭാഗമതി നദിയുടെ തീരത്തുള്ള ഘാട്ടിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആര്യഘട്ട് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കാശിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ അനേകം ഇവിടെ ഈ കാശിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആര്യഘട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു ശ്രീകോവിലാണ്. ഇത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഈ കാണുന്ന ഈ ഈ ശ്രീകോവിലിനുള്ളിൽ കാണുന്നതാണ് മൃഗേശ്വര ഭഗവാൻ. അതിൻ്റെ അപ്പുറമായിട്ട് നടുക്കായിട്ട് കാണുന്നതാണ് വിരൂപാക്ഷ്യ മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ഇത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗമാണ്. കിഴക്കേ ഭാഗത്ത് ആദ്യമായിട്ട് കാണുന്നത് ഗംഗാദേവിയുടെ ക്ഷേത്രമാണ്. അതിൻ്റെ അപ്പുറമായിട്ട് കാണുന്നതാണ് വിരൂപാക്ഷി ദേവൻ്റെ ക്ഷേത്രം. അതിനപ്പുറമായിട്ട് കാണുന്നതാണ് മൃഗേശ്വര ഭഗവാന്റെ ക്ഷേത്രം. ബ്രഹ്മനാളമെന്ന് അറിയപ്പെടുന്ന ഒരു നാളമാണ്. ഇത് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ തീർത്ഥജലങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നതെന്നാണ്. ഇതാണ് ബ്രഹ്മനാളം. ഇവിടെ ഈ ശവസംസ്കാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഡെഡ് ബോഡി കൊണ്ട് ഈ ബ്രഹ്മനാളത്തിൽ കിടത്തുന്നത് കാണാം. അപ്പം ഈ ഭാഗ്മതി നദി വളരെ വൃത്തികെട്ട രീതിയിലാണ് കാണുന്നത്. ഇവിടെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടുത്തെ ഈ കാഠ്മണ്ഡുവിലെ ഒട്ടുമിക്ക മാലിന്യങ്ങളും ഈ നദിയിലോട്ടാണ് ഒഴുകുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഭാഗ്മതി നദി കാണുന്നത്. നമുക്കിനി ഇതിൻ്റെ തീരത്തൂടെ ഈ ഭാഗ്മതി നദിയുടെ തീരത്തൂടെ അതേ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തൂടെ മുന്നോട്ട് നടന്ന് ഇവിടെ പല ഗുഹകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പല ഗുഹകളും ചെറിയ ശ്രീകോവിലുകളും ഒക്കെ ഇവിടെ പല സിദ്ധന്മാർ താമസിക്കുന്ന ഗുഹകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിനി കാണാം. നമുക്ക് ഈ ഭാഗ്മതി നദിയുടെ തീരത്തൂടെ നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ ഭാഗ്മതി നദിയുടെ അങ്ങേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ അനേകം ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. അനേകം ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. നമുക്ക് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ കാഴ്ചകൾ നമ്മൾ ഇങ്ങോട്ടുള്ള നമുക്ക് ഇവിടുത്തെ വഴി നമ്മൾ മുന്നോട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നദി ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ ചെന്നിട്ട് ആ കാഴ്ചകൾ കാണാം. ഇവിടെ രക്ഷേശ്വര മഹാദേവ ക്ഷേത്രം എന്നും പറഞ്ഞൊരു ക്ഷേത്രമാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മളിനി മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഈ സൈഡിലായിട്ട് നമുക്ക് അനേകം ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.